നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. മാംസേതര ഉൽപ്പന്നങ്ങൾക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് കണ്ട് ഞെട്ടിയെന്ന് കേന്ദ്ര സർക്കാരിന്റെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ. ഹലാൽ ഉൽപ്പന്നങ്ങൾ നിരോധിച്ച ഉത്തർപ്രദേശിലെ BJP സർക്കാരിന്റെ നടപടിക്കെതിരെ ജമിയത്തുൽ ഉലമയെ ഹിന്ദ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് SG അമ്പരപ്പ് പ്രകടിപ്പിച്ചത്. ഹലാൽ എന്നത് ജീവിത രീതിയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന്, ഹലാൽ സർട്ടിഫിക്കറ്റ് സസ്യേതര ഭക്ഷണങ്ങൾക്ക് മാത്രമല്ലെന്നും ജമിയത്തിന്റെ അഭിഭാഷകൻ ഇതിന് മറുപടിയും നൽകി. സിമന്റിന് പോലും ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകിയതുകൊണ്ട് ഞായറാഴ്ച താൻ ഞെട്ടിയെന്നും ഇത് കണ്ടാൽ സുപ്രീം കോടതി ഞെട്ടുമെന്നും മേത്ത പറഞ്ഞു. ഇരുമ്പ് കമ്പികൾക്കും വെള്ളക്കുപ്പികൾക്കും ആട്ടയ്ക്കും കടലപ്പൊടിക്കും ഹലാൽ സർട്ടിഫിക്കറ്റ് വേണമെന്നായിരുന്നു. ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഏജൻസികൾ ലക്ഷം കോടികളാണ് ഇതിലൂടെ ലാഭമുണ്ടാക്കുന്നതെന്നും മേത്ത ആരോപിച്ചു. എന്നാൽ ഹലാൽ എന്നത് സസ്യേതര ഭക്ഷണങ്ങൾക്ക് മാത്രമല്ലെന്നും കേന്ദ്ര സർക്കാർ നയത്തിൽ തന്നെ ഇക്കാര്യം വ്യക്തമായി നിർവചിച്ചിട്ടുണ്ടെന്നും ജമിയത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് MR നംഷാദ് മറുപടി നൽകി. ചുരുക്കം ചില ആളുകൾക്ക് വേണ്ടിയുള്ള ഹലാൽ സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾക്ക് ഹലാലിൽ വിശ്വാസമില്ലാത്തവർ എന്തിനാണ് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് എന്നാണ്. ഇതോടെ SG ഹലാൽ ഉൽപ്പന്നങ്ങൾ ആരും നിർബന്ധമാക്കിയിട്ടില്ലെന്നും ഷംഷാദ് ഇതിനോട് പ്രതികരിച്ചത്. ഹലാൽ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിൽപ്പനവും ശേഖരണവും വിതരണവും നിരോധിച്ച് കഴിഞ്ഞ നവംബർ 18 ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. BJP യുവജന വിഭാഗമായ യുവമോർച്ച നേതാവിന്റെ പരാതിയെ തുടർന്നായിരുന്നു നടപടി. ഇതിനെതിരെ ജമിയത്തുൽ മഹാരാഷ്ട്രയിലെ ഘടകവും ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതി UP സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്.